മാങ്ങാപ്പഴത്തെ പഴങ്ങളുടെ രാജാവ് എന്നാണ് വിളിക്കുന്നത്. അത് സ്വാദേറിയതാണ്. അതുമാത്രമല്ല വളരെയധികം പോഷക സമൃദ്ധമാണ്. ഇതിലടങ്ങിയിരിക്കുന്ന വിറ്റമിൻ സി നമുക്ക് രോഗപ്രതിരോധ ശക്തി കൂടുതൽ പ്രദാനം ചെയ്യുന്നു. അതുപോലെ വിറ്റമിൻ എ കണ്ണിനും വളരെ നല്ലതാണ്. അതുപോലെ പൊട്ടാസ്യം ഇതിലടങ്ങിയിട്ടുണ്ട്. അത് വളരെ ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നു. അതുപോലെ ഇതിൽ ഫൈബറും പ്ലാന്റ് കോമ്പൗണ്ട്സും ചിലതുള്ളതുകൊണ്ട് അത് രക്തത്തിലെ ചീത്ത കൊളസ്ട്രോളായ LDL കുറയ്ക്കുന്നു, ട്രൈഗ്ലിസറൈഡ് കുറയ്ക്കുന്നു. അതുപോലെ മഗ്നീഷ്യം ഇതിലുള്ളതുകൊണ്ട് ഹൃദയത്തിൻ്റെ ആരോഗ്യം കാത്തുസൂക്ഷിക്കുന്നു. മാത്രമല്ല പോളിഫിനോൾസ്, ആൻറ്റി ഓക്സിഡൻസ് ഇതെല്ലാം ടൈപ്പ് 2 ഡയബറ്റീസ് കുറയ്ക്കാനും അതുപോലെ ക്യാൻസർ കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട്. മാങ്ങാപ്പഴത്തിലെ മാഞ്ചിഫെറിൻ എന്നുള്ള കോമ്പൗണ്ട് ക്യാൻസറിനെ തടയുന്നതാണ്. അതുപോലെ ല്യൂട്ടിൻ, സിയാസാന്തിൻ എന്നുള്ള കോമ്പൗണ്ട്സ് കണ്ണിലെ റെറ്റിനെയും ലെൻസിനെയും ഒക്കെ കാത്തു സൂക്ഷിക്കുന്നു. മാങ്ങാപ്പഴം കഴിക്കുമ്പോൾ തൊലി ചെത്തി തിന്നരുത്. തൊലി ഉൾപ്പെടെ വേണം തിന്നാൻ, എന്നാലേ ഉള്ളൂ പോഷകം കിട്ടുകയുള്ളൂ ശരിക്കും. എന്നാൽ ചിലർക്ക് മാങ്ങാപ്പഴം അലർജിയുണ്ട്. അത് ഉള്ളവർ അത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം. നല്ലതുപോലെ പഴുത്ത മാങ്ങാപ്പഴം ഒരുമിച്ച് കഴിക്കുന്നത് നല്ലതല്ല. കാരണം അതിൽ ഷുഗർ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ഡയബറ്റീസ് ഉള്ളവർക്ക് അത് ദോഷമാകും. മാവില ഉപയോഗിച്ച് പല്ല് തേക്കുന്നത് വളരെ നല്ലതാണ്. മാവിൻ്റെ തൊലിയിൽ കാണപ്പെടുന്ന ഒരു കറയുണ്ട്. ആ കറ ഒരു കുഴമ്പ് പോലെ ഇരിക്കും. അത് കാൽപാദത്തിൽ തൂത്ത് കഴിഞ്ഞാൽ കാൽപാദത്തിലെ വിണ്ട് കീറുന്ന രീതിയൊക്കെ പോകും. എന്നാൽ വീടിന് മുന്നിൽ മാവ് വയ്ക്കുമ്പോൾ നടവാതിൽ ഒഴിവാക്കിയും വെക്കണം. അതുപോലെ വീടിൻ്റെ മധ്യഭാഗവും കണ്ട് വയ്ക്കരുത്. അത് എങ്ങോട്ടെങ്കിലും മാറ്റി വയ്ക്കണം. ഇതാണ് പഴമക്കാർ പറയുന്നത്. കാരണം ദോഷമാണെന്നാണ് പറയാറ്. അതുപോലെ മാങ്ങാപ്പഴം ജ്യൂസ് അടിക്കുമ്പോൾ അതിൻ്റെ പിശട് കളയരുത്. അതുകൊണ്ട് മാങ്ങാപ്പഴത്തിൻ്റെ ഫൈബർ കണ്ടൻറ്റ് കളയാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇനി നാടൻ ഇനങ്ങളായിട്ടുള്ള മൂവാണ്ടൻ മാവ്, അതുപോലെ നാട്ടുമാവ്, ഇതിനൊക്കെ രോഗപ്രതിരോധ ശക്തി കൂടുതലായതുകൊണ്ട് തന്നെ പഴങ്ങളിൽ കീടങ്ങളുടെ ശല്യം കുറവായിരിക്കും.